ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതെന്താണെന്നുണ്ടെങ്കിൽ അവിലിസ്തിരി, അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എന്താ പറയുന്നത്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല സ്വാദുമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഗ്യാസിൽ വെച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വേഗം തന്നെ ഒന്നിച്ചിട്ട് നമുക്ക് വേഗം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക, വേഗം കഴിക്കും. അത്ര നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതും നല്ല സ്വാദുള്ളതുമാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഈ അവിലിസ്തിരി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിലിസ്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഇത്രയും അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തോളാം. ഞാനിവിടെ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കണ്ടോ, സേവ്. ഈ സേവ് കുറച്ച് വേണം. പിന്നെ അതേപോലെ ഞാനൊരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം. പിന്നെ പാല്, ഞാനിവിടെ ഒരു ചെറു ചൂടോടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലും വേണം. അപ്പൊ തന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്നാലും അവിലിസ്തിരി ഉണ്ടാക്കാനൊക്കെ നോക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ അവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് അവിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, അതിന്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സേവ്, കണ്ടില്ലേ, ഇതാണ്. ഇത് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മേലെ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പാല് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പാല് ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് പിന്നെ ഇപ്പൊ തന്നെ കഴിച്ചാൽ നന്നായിട്ടിരിക്കും. അതല്ലെങ്കിൽ ഒന്ന് ആറിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്നാവും. അതിനനുസരിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിലിസ്തിരി. അങ്ങനെ നമ്മുടെ അവിലിസ്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പാലൊഴിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു പോലെയാണ് ആവുക കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അധികം നമുക്കത് ഉണ്ടാക്കി വഴി തന്നെ വേഗം കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്തോളാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.